നമ്മൾ ഫുട്ബോൾ സംസാരങ്ങളിലും ഡിസ്കഷനിലും കാര്യങ്ങളിലെല്ലാം നമ്മൾ സംസാരിക്കുന്നതാണ് ടെക്നിക്കൽ എബിലിറ്റി. ഒരു പ്ലെയറിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലെയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ പല സാഹചര്യങ്ങളിലും ഈ ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്താണ് ടെക്നിക്കൽ എബിലിറ്റി? അത് മിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ധാരണ വെച്ചാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഞാൻ ടെക്നിക്കൽ എബിലിറ്റി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. സോ ടെക്നിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സിമ്പിൾ കാര്യം. ഒരു ഫുട്ബോളർ എന്നെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ടുള്ള പാസുകൾ, സിമ്പിളായിട്ടുള്ള ടച്ചസ്, അതേപോലെ തന്നെ ഷൂട്ടിങ്, റണ്ണിങ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണുള്ളതാണ് ടെക്നിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റണം. ചില പ്ലേയേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ട്രിപ്പിളിങ് ഔട്ട്പുട്ട്സ് ഉണ്ടാവില്ല, അതേപോലെ ടച്ചസ് മോശമായിരിക്കും, അതേപോലെ തന്നെ പാസിങ് റേഞ്ച് കുറവായിരിക്കും. സോ അങ്ങനെയുള്ള പ്ലേയേഴ്സിനൊന്നും ടെക്നിക്കൽ എബിലിറ്റി കുറവാണെന്നാണ് പറയുക. സോ ടെക്നിക്കലി ഗിഫ്റ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എബിലിറ്റികളെല്ലാം, ഈ ഒരു ഓപ്ഷൻസ്, എസ്പെഷ്യലി പാസിങ്, റണ്ണിങ്, അതേപോലെ തന്നെ ബോൾ റിസീവിങ്, ഷൂട്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് വരുന്നതും അത്യാവശ്യം നല്ല രീതിക്കുള്ള പ്ലേയേഴ്സിനൊക്കെയാണ് നമ്മൾ ടെക്നിക്കലി ഗിഫ്റ്റഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ എബിലിറ്റി ഉള്ള പ്ലെയർ എന്ന് പറയുന്നത്. സോ അതാണ് ടെക്നിക്കൽ എബിലിറ്റി ഉള്ള പ്ലെയർ. എന്താണ് ടെക്നിക്കൽ എബിലിറ്റി എന്നുള്ളതിൻ്റെ അർത്ഥം? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. ഷോർട്ട് വീഡിയോ ആണ്, പക്ഷേ ടെക്നിക്കൽ എബിലിറ്റി എന്താണെന്ന് പറയണം, എന്നാലേ നമ്മുടെ ഈ സീരീസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മൈ